തൃത്താലക്കാരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു MT. കൂടല്ലൂരിൻ്റെ മണ്ണിൽ നിന്ന്, നിളയുടെ തീരങ്ങളിൽ നിന്ന് അദ്ദേഹം തുടങ്ങി വെച്ച ആ എഴുത്തിൻ്റെ വഴികൾ ലോകമെമ്പാടുമുള്ള മലയാളി ഹൃദയങ്ങളുടെ അകത്തേക്കാണ് അദ്ദേഹത്തിന് വഴി വിരിച്ചത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇനി MT ഇല്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വേദന എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നത് കാലത്തോട് ഏറ്റവും സക്രിയമായി പ്രതികരിച്ച ഒരു സാഹിത്യനായകനാണ് അദ്ദേഹം. പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാതിരുന്നിട്ടില്ല. അധികാരത്തിന് മുമ്പിൽ ഒരിക്കലും തലകുനിച്ചിട്ടില്ല. വാക്കുകളിൽ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഒരു മയപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും കൃത്യമായി തൻ്റെ സർഗ സൃഷ്ടികളെ സാമൂഹ്യ വിമർശനത്തിനും മനുഷ്യ മനസ്സുകളെ അടയാളപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് വിവിധ തലമുറകളുടെ ഇടയിൽ ഒരേപോലെയുള്ള സ്വീകാര്യത ഉണ്ടാവുന്നത്. MT എന്ന് പറയുന്നത് ഒരു 3-4 തലമുറകളെ ഒപ്പം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എല്ലാ കാലത്തും ഈ അവസാന നിമിഷങ്ങളിൽ വരെ അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം വ്യക്തിപരമായിട്ട് ഞങ്ങളൊക്കെ വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. ഒരു വലിയ ഒരു വാത്സല്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. കൂടല്ലൂരിലും ഞങ്ങളുടെയൊക്കെ പ്രദേശത്തും ഈ അടുത്ത കാലത്ത് അനാരോഗ്യം അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹവായ്പകൾ എന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടി ഒരു വികാരം ഇവിടെ പങ്കുവയ്ക്കുകയാണ്.